സമഗ്ര മേഖലയിലുമുണ്ടായ കേരളത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെയും ഉദ്ഘാടനം നാഗമ്പടം മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയ സർക്കാരാണിത്. പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ട ഏക സംസ്ഥാനവും കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. ഇച്ഛാശക്തിയോടെ ഒരു സർക്കാർ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക മേഖലയിലുണ്ടായ നേട്ടങ്ങളും മന്ത്രി എടുത്തു പറഞ്ഞു. BMTC നിലവാരത്തിലാണ് എല്ലാ റോഡുകളും വരുന്നത്. ഈ ജില്ലയിലെ കണക്കിയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കിഫ്ബി മാത്രം കോട്ടയം ജില്ലയിൽ 2780 കോടി രൂപ പൊതുമരാമത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നു. കിഫ്ബി ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പയലുമടക്കി കുത്തിക്കെട്ടിപ്പോയതാണ്. 5600 കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കാത്ത രൂപത്തിൽ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ വിനിയോഗിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഈ കേരളം മാത്രമാണ്. അങ്ങനെ വിനിയോഗിച്ചാണ് ഇപ്പോൾ തീരദേശ ഹൈവേ 614 കിലോമീറ്റർ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖല എത്രയോ പ്രദേശം മനോഹരമായി തീർന്നു കഴിഞ്ഞിരിക്കും. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി. നാളെ എന്തായിരിക്കണം കേരളം എന്ന ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാരെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. അങ്ങനെ സമസ്ത മേഖലകളിൽ ഉണ്ടാക്കിയൊരു മാറ്റം അത് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തന നിരതമായ കാഴ്ചപ്പാടാണ്. നാളെ എന്തായിരിക്കണം കേരളം എന്നുള്ള ബൃഹത്തായ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. എത്ര ദീർഘവീക്ഷണത്തോടെയുള്ള അവിടെയാണ് ഗവൺമെന്റ് തിരിച്ചറിയുന്നത്. ഇന്നത്തെ ദൈനംദിന ആവശ്യങ്ങൾ നടപ്പാക്കാൻ ഗവൺമെൻറ് ആവശ്യമില്ല, അതാർക്കും വേണമെങ്കിൽ ചെയ്യാമെന്ന് കഴിയും. പക്ഷേ നാളെ എന്തായിരിക്കണമോ, നാളത്തെ ഇവിടുത്തെ തലമുറ ഈ നാട്ടിൽ നിൽക്കണമെന്നും ഈ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണമെന്നും ഇവിടെ നിക്ഷേപം വർദ്ധിക്കണമെന്നും ഇവിടെ വ്യവസായം വർദ്ധിക്കണമെന്നും ഇവിടെ കാർഷിക മേഖല ഉന്നമനം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന നിരങ്ങളായ ഇതിപ്പോൾ ഇന്നലെ സംഭവിച്ചതല്ല. മേളയ്ക്ക് തുടക്കം കുറിച്ച് തിരുനക്കര മൈതാനത്തു നിന്നും നാഗമ്പടം മൈതാനത്തേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര അക്ഷരനഗരിക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. വിവിധ കലാരൂപങ്ങളുടെ പത്തരമാറ്റ തിളക്കത്തോടെ എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പ്രൗഢിയും വിളിച്ചോതുന്ന രീതിയിലായിരുന്നു ഘോഷയാത്ര. നഗരവീഥികൾക്ക് ഉത്സവാഘോഷത്തിന്റെ ആരവം തീർത്ത് കൊടും ചൂടിനെ പോലും അവഗണിച്ച് പതിനായിരങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ദീപശിഖ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾക്ക് കൈമാറി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം വി രാജേഷ് ദീപശിഖയേന്തി ഘോഷയാത്ര നയിച്ചു. കേരള തനിമയും പൈതൃകവും വിളിച്ചോതും വിധം വർണ്ണാഭമായ ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരുടെ വൻ പങ്കാളിത്തമുണ്ടായി. 33 സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള ജീവനക്കാർ വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയിൽ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ശിങ്കാരിമേളവും ബാൻഡുമേളവും ചെണ്ടമേളവും നഗരവീഥികളിൽ ശബ്ദപ്രപഞ്ചം തീർത്തു. കളരിപ്പയറ്റ്, വാദ്യമേളം, മുത്തുകുടകൾ, കാവടി എന്നിവ ഘോഷയാത്രയ്ക്ക് ചാരുത പകർന്നു. കുട്ടികളുടെ റോളർ സ്കേറ്റിംഗ് ഘോഷയാത്രയെ പ്രധാന ആകർഷണമാക്കി. ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ബ്ലോക്കുകളും ഘോഷയാത്രയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.